ഒരു കച്ചവടക്കാരനാണ് ഇത്തവണ ഇറക്കിയിരിക്കുന്നത്. പിന്നെ ഈ ഭരണം കിട്ടാതെ പോയവരും നാളെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചവരും നിലനിർത്തുന്നവരായ ഒരുപാട് ആളുകളുണ്ടല്ലോ. അവരെല്ലാം കൂടെ ഇദ്ദേഹത്തെ കാലുമാരാതിരുന്നാൽ ഫീൽഡ് മുഴുവൻ അവിടെയല്ല, അദ്ദേഹത്തിൻ്റെ ഫീൽഡ് ഇല്ല. PC ജോർജ് അടുത്താണെങ്കിൽ മകനാണെന്നുണ്ടെങ്കിൽ അഖിലേന്ത്യാ പ്രസിഡൻ്റാകാൻ നടക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ആർക്കും വേണ്ടാത്ത ആളുകളെ ഉച്ഛിഷ്ടങ്ങൾ കൊണ്ട് അടിഞ്ഞു കയറുന്ന ഒരു BJP ആയിട്ടാണ് ഇപ്പോൾ മാറിയിരിക്കുന്നത്. അങ്ങനെയുള്ളവർ വന്നുകൊണ്ട് ക്രിസ്ത്യൻ സമൂഹത്തെ കിട്ടത്തില്ല. ഈഴവർ നല്ലൊരു ശതമാനം ഇടതുപക്ഷ ചിന്താഗതിക്കാരാണ്. അതൊന്നും ഒളിച്ചു വെച്ചിട്ട് കാര്യമില്ല. ഈ അടുത്ത സീറ്റ് പങ്കിട്ട് വരുമ്പോൾ കോൺഗ്രസിനേക്കാളും ഒരുപക്ഷെ കൂടുതൽ സീറ്റ് മുസ്ലിം ലീഗിലൂടെയൊക്കെ പാസ്സായെന്ന് വന്നേക്കാം. അത് പിണറായി വിജയൻ അല്ലാതെ വേറെ ആരെങ്കിലുമാണ് നേതൃത്വത്തിൽ വരുന്നതെങ്കിലുണ്ടല്ല, അവർക്ക് ഭരണം കിട്ടിയാൽ 24 മണിക്കൂറിനുള്ളിൽ തമ്മിലടിച്ചു. പ്രതിപക്ഷ നേതാവും അങ്ങേയും തമ്മിൽ ഏതെങ്കിലും രീതിയിലൊരു വൈഷമ്യമോ പിണക്കമോ ഉണ്ടോ? എന്നോട് പുള്ളിക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് എനിക്കും തീരെ ഇഷ്ടമല്ല. നമസ്കാരം, വാക്ക് മറുവാക്കിലേക്ക് സ്വാഗതം. സംഭവബഹുലമായ രാഷ്ട്രീയ വികാസങ്ങളിലൂടെയാണ് കേരളം കടന്നു പോകുന്നത്. CPMന്റെ സംസ്ഥാന സമ്മേളനം കഴിഞ്ഞു. കാലങ്ങളായുള്ള നയങ്ങളിൽ വ്യതിയാനം വരുത്തുന്നു CPM. BJPക്കാകട്ടെ സംസ്ഥാനത്ത് പുതിയ അധ്യക്ഷൻ വന്നു. കോൺഗ്രസിൽ പരസ്പരമുള്ള ചേരിപ്പോരും അസ്വാരസ്യങ്ങളും അങ്ങനെ തന്നെ ഒരു ഭാഗത്ത് കിടക്കുന്നു. ഇന്ന് നമ്മോടൊപ്പം വർത്തമാന രാഷ്ട്രീയം പങ്കുവയ്ക്കാൻ SNDP യോഗം ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശനാണ് ചേരുന്നത്. സ്വാഗതം സർ. നമസ്കാരം. എന്തായാലും നമ്മുടെ വർത്തമാന രാഷ്ട്രീയം സംഭവബഹുലമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഈ മുന്നണി രാഷ്ട്രീയം തദ്ദേശ ഇലക്ഷനും 2026 ഒക്കെയാണ് ലക്ഷ്യമിട്ട്, അതിന് കുറച്ച് മാസങ്ങൾ മാത്രമല്ലേ ഇനി ബാക്കിയുള്ളൂ. അപ്പോൾ എല്ലാവരും അങ്ങനെ സജീവമായി 3 മുന്നണികൾ ഇറങ്ങുകയാണ്. ഇപ്പോൾ BJPയിലാണ് പുതിയ സംസ്ഥാന അധ്യക്ഷൻ. ഏറെക്കുറെ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നോ എന്ന് ചോദിച്ചാൽ അത്ര കണ്ട് പ്രതീക്ഷിച്ചിരുന്നുമില്ല. ഒരു ദേശീയ നേതാവായി രാജീവ് ചന്ദ്രശേഖറെ അവരോധിക്കുന്നു. ഇനി BJP നല്ല രീതിയിലൊന്ന് ക്ലച്ച് പിടിക്കും സംസ്ഥാനത്ത് എന്ന് നമുക്ക് കരുതാമോ? കാരണം ഒരു പുതിയ ശൈലി അല്ലെങ്കിൽ പുതിയൊരു സ്വഭാവത്തിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കുവാൻ പര്യാപ്തമായ ഒരു കച്ചവടക്കാരനാണ് ഇത്തവണ ഇറക്കിയിരിക്കുന്നത്. ഒരു വ്യവസായ രാഷ്ട്രീയ രംഗത്ത് വളർന്നുയർന്ന് ഇന്ന് കേരളത്തിൽ BJPയുടെ നേതൃത്വത്തിൽ വരുന്നത് ഒരുപക്ഷെ ആദ്യമായി. അപ്പോൾ രാഷ്ട്രീയത്തെ എങ്ങനെയായിരിക്കണമെന്നും അതിൻ്റെ നയവും നയതന്ത്രങ്ങളും എങ്ങനെയായിരിക്കണമെന്നും അദ്ദേഹം നല്ലപോലെ പഠിച്ച് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഗ്രൂപ്പുകളിലൊരു വലിയൊരു കൂമ്പാരമാണ്. ഞാൻ പറഞ്ഞതിനെ പറ്റി നിഷേധിച്ച് എന്നെ വിമർശിച്ചേക്കാം. അവർ വിമർശിച്ചോട്ടെ. ഒരു സത്യമുണ്ട്, BJP ഇവിടെ 16 ഗ്രൂപ്പാണ്. ആരാകുമെന്ന് പറഞ്ഞ് മത്സരവും പല ആളുകളും ആകുമെന്ന് പറഞ്ഞ് എന്നോട് അടുക്ക വന്ന ആളുകളുണ്ട്. ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ വരെ ഉണ്ട് ആകുമെന്ന്, പത്രത്തിൽ വന്ന് പടം വരെ വന്നതാണ്. അപ്പോൾ ഇങ്ങനെ പലരും ആശിച്ചും ഇരുന്നൊന്ന്, അതുകൂടാതെ ഇരിക്കുന്ന ആൾ തന്നെ തുടർന്നു പോകും എന്നുള്ള പ്രതീക്ഷയും നിലനിൽക്കുമ്പോഴാണ് ഒരു ഇടുത്തി പോലെ വന്നു വീണു രാജീവ് ചന്ദ്രശേഖരൻ. കാരണം ഇവിടുത്തെ BJPയുടെ രാഷ്ട്രീയ പരിസ്ഥിതിയിൽ ഇവിടുത്തെ പ്രവർത്തന ഗ്രൂപ്പിസത്തിൻ്റെ ഇല്ലാതാക്കാൻ, എല്ലാവരെയും നയപരമായി കൂട്ടിക്കൊണ്ടുപോകാൻ ഒരു ഗ്രൂപ്പും ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഒരു നിസ്വാർത്ഥനായ ഒരു രാഷ്ട്രീയ നേതാവായി പ്രവർത്തിക്കുന്ന രാജീവ് ചന്ദ്രശേഖരനെയും ഇന്ന് കേരളത്തിൽ ഇതിൻ്റെ നേതൃത്വം നിന്ന് ഭരിച്ച് മുമ്പോട്ട് പോകാൻ കഴിവുള്ള ആളാണ്. അദ്ദേഹത്തിന് എല്ലാവരും ഇഷ്ടമാണ്, എല്ലാവർക്കും അദ്ദേഹത്തെ ഇഷ്ടമാണ്. അദ്ദേഹം പൊളിറ്റീഷ്യൻ എന്ന് പറയുന്നതിനേക്കാൾ ഉപരി വിജയിച്ചൊരു വ്യവസായിയാണ്. അദ്ദേഹത്തിൻ്റെ വികസനമാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം എന്നാണ് എപ്പോഴും പറയുന്നത്, അല്ലേ? അല്ലാതെ മറ്റൊന്നും പറയാതെ മറ്റുള്ളവരിങ്ങനെ പിടിക്കണം, വെട്ടണം, കുത്തണം എന്നൊക്കെ പറയണത് പോലെ അല്ലെ പറയാറില്ല. വികസനം, ആ വികസനമാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യമെന്ന് അദ്ദേഹം പറയും. പിന്നെ ഈ ഭരണം കിട്ടാതെ പോയവരും നാളെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചവരും നിലനിർത്തുന്നവരായ ഒരുപാട് ആളുകളുണ്ടല്ലോ. അവരെല്ലാം കൂടെ ഇദ്ദേഹത്തെ കാലുമാരാതിരുന്നാൽ, കാരണം അവരുടെ എല്ലാം സഹകരണം വേണമല്ലോ. ഫീൽഡ് മുഴുവൻ അവിടെയല്ല, അദ്ദേഹത്തിൻ്റെ ഫീൽഡ് ഇല്ല. പക്ഷേ
സാധാരണക്കാരായുള്ള ഗ്രൂപ്പില്ലാത്ത BJPക്കാർക്കും ഇഷ്ടമാകും. എങ്കിലും ഗ്രൂപ്പ് പിടിച്ച് നിൽക്കുന്നതും സ്ഥാനം പ്രതീക്ഷിച്ച് നിൽക്കുന്നവരും കാലുവാരാനിടയുണ്ട്. അവരെ കാലുവാരിയാൽ സുഗമമായിട്ട് അദ്ദേഹത്തിന് ഈ പ്രവർത്തനത്തിലൂടെ നടത്തിക്കൊണ്ടുപോകാനുള്ള പ്രയാസം വളരെ വരും. കാരണം അദ്ദേഹം, ഞാൻ പറഞ്ഞില്ല, ഒരു രാഷ്ട്രീയക്കാരനല്ല. ഇങ്ങനെ പറഞ്ഞ് രാഷ്ട്രീയം പറഞ്ഞ് ഫലിപ്പിച്ചും അല്ലെങ്കിൽ മറ്റുള്ളവർ ചീത്ത പറഞ്ഞ് തൻ്റെ അപ്രമാദിത്വം കാണിക്കാനുള്ള ശേഷിയൊന്നും അദ്ദേഹത്തിനില്ല. എനിക്ക് വികസനം പറഞ്ഞും രാജ്യം നന്നാകേണ്ട കാര്യങ്ങൾ പറഞ്ഞും മുമ്പോട്ട് പോകാനില്ലാതെ ഒരുപാട് രാഷ്ട്രീയം പറഞ്ഞാൽ പോകാൻ താല്പര്യമുള്ള ഒരാളല്ല. അഥവാ ഉണ്ടെങ്കിൽ തന്നെ അത് പറയാറില്ല. അതുകൊണ്ട് ഈ വിവിധ ഗ്രൂപ്പുകളായിട്ടിരിക്കുന്ന എല്ലാ ഗ്രൂപ്പുകളും ഒന്നിച്ച് ഇന്നത്തെ നേതൃത്വത്തിൻ്റെ പിന്നിൽ അണിനിരന്നാൽ BJPക്ക് വളരാനുള്ള സാധ്യതയുണ്ട്. പഴയതിനേക്കാൾ വോട്ടിംഗ് പെർസെൻറ്റേജ് കൂട്ടാൻ സാധിക്കും. അതുകൊണ്ട് അടുത്ത തിരഞ്ഞെടുപ്പിൽ BJP ഭരണം പിടിച്ചെടുക്കാൻ ഒക്കുമെന്ന് അല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇങ്ങനെ വോട്ടിംഗ് ശതമാനം ഉയർത്താനാകുമെന്നാണ്. നിലവിൽ ഇപ്പോൾ 19% അല്ലെങ്കിൽ 20% BJPയുടെ വോട്ടിംഗ് ശതമാനം. കാരണം ഇദ്ദേഹത്തിൻ്റെ പുതിയ പ്രവർത്തന ശൈലി വന്നാൽ സെൻട്രൽ ഗവൺമെൻറ് BJP ആണല്ലോ ഭരിക്കുന്നത്. ഇവിടെ എല്ലാം കൂടെ സംയോജിച്ച ഒരു സപ്പോർട്ടും കിട്ടിയാൽ സ്വാഭാവികമായിട്ടും ഇന്നുള്ള ഗ്രൂപ്പിസം ഇല്ലാതെയും കൂടെ വന്നാൽ വോട്ടിംഗ് പെർസെൻറ്റേജ് കൂടാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇവിടെ കോൺഗ്രസ് ഏതാണ്ട് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പറയുമ്പോൾ ആരും അതിനോട് വിരോധം തോന്നരുത്. അതിനകത്ത് ഗ്രൂപ്പിസത്തിൻ്റെ കൂമ്പാരമാണ്. ഇപ്പോൾ തന്നെ മുഖ്യമന്ത്രിയാകാനായിട്ട് 4-5 പേര് നടക്കുകയാണ്. അതിനുള്ള മത്സരങ്ങൾ പ്രതിപക്ഷ നേതാവ് വായെടുത്താൽ KPCC പ്രസിഡന്റിനെ ചീത്ത പറയുന്ന സ്വഭാവമാണ് ഇപ്പോൾ കുറച്ച് നാളായിട്ടേ ഇല്ലാതുള്ളൂ. ഇങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ അവസ്ഥ നിലനിൽക്കുമ്പോഴും കേരളത്തിൽ പുതിയ ഇക്വേഷൻ വരാനുള്ള സാധ്യതയെന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി കൂടി BJPയുടെ കൂടെ അടുപ്പിക്കാനുള്ള തന്ത്രങ്ങൾ രാജീവ് ചന്ദ്രശേഖരൻ നടത്തും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ആ കമ്മ്യൂണിറ്റി കൂടെ വരാതെ, BJPയുടെ കൂടെ വരാതെ കേരള രാഷ്ട്രീയത്തിൽ BJPക്ക് പച്ച പിടിക്കുകയില്ല. അത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിനെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഒരുപാട് ക്രിസ്ത്യാനികളെ പിടിച്ച് ഇവിടെ മന്ത്രിയാക്കിയിട്ടുണ്ട്. PC തോമസിനാക്കി, കണ്ണന്താനത്തിനാക്കി, ഇപ്പോൾ ഒരാളാക്കി. ഇപ്പോൾ ചിലരെല്ലാം മന്ത്രി ആകാനും നടപ്പുണ്ട്. PC ജോർജിനെ പെട്ടുള്ളവർ. PC ജോർജ് അടുത്താണെങ്കിൽ മകനാണെന്നുണ്ടെങ്കിൽ അഖിലേന്ത്യാ പ്രസിഡൻ്റാകാൻ നടക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ആർക്കും വേണ്ടാത്ത ആളുകളെ ഉച്ഛിഷ്ടങ്ങളെ കൊണ്ട് അടിഞ്ഞു കയറുന്ന ഒരു BJP ആയിട്ടാണ് ഇപ്പോൾ മാറിയിരിക്കുന്നത്. അങ്ങനെയുള്ളവർ വന്നുകൊണ്ട് ക്രിസ്ത്യൻ സമൂഹത്തെ കിട്ടത്തില്ല. അല്ല, അങ്ങ് ആർക്കും വേണ്ടാത്ത ഉച്ഛിഷ്ടങ്ങളെന്ന് പറയുന്നത് കൃത്യമായി ആരെയാണ്? PC ജോർജിനെ എടുത്തിട്ട് എന്ത് കിട്ടി? അയാളെ കണ്ടവന് ചീത്ത പറയാൻ അറിയാമെന്നുള്ളതല്ലാതെ വേറെ എന്തറിയാതെ അയാൾ എത്ര രാഷ്ട്രീയം മാറി. അയാളെ വാക്ക് കേട്ട് ജനം പുച്ഛിച്ച് ഒരു സ്വന്തം പാർട്ടി ഉണ്ടായിട്ട് പോലും ആ പാർട്ടി വരെ ഉപേക്ഷിച്ച് BJP ലയിക്കേണ്ട ഗതികേട് വന്നില്ലേ? വായെടുത്ത നുണ പറയാനും ഭക്ഷണം തിന്നാനും അല്ലാതെ അങ്ങനെ വാതുറക്കാറില്ല. ഒരു നിലപാടും ഒരു കാര്യത്തിനുമില്ല. ആരെയെല്ലാം ചീത്ത പറഞ്ഞിട്ടുണ്ട്, സകലവരെയും ചീത്ത പറഞ്ഞിട്ടുണ്ട്. ഒരു കാലത്ത് മുസ്ലിങ്ങൾ താലോലിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് മുസ്ലിമിനെ തള്ളിപ്പറഞ്ഞ്, മുസ്ലിമിനെ തള്ളി ഒന്നുകൂടെ പറഞ്ഞാൽ കൊള്ളാമെന്ന് പറഞ്ഞാൽ ഉടനെ നേതാവാകാമെന്ന് കണക്കാക്കിയാണ് ലവ് ജിഹാദ്. ലവ് ജിഹാദ് എന്ന് പറയുന്നത് 42 പേര് ലവ് ജിഹാദിൽപ്പെടും. ആ പേര് ഇവരൊന്ന് എഴുതി പറയാം എന്ന് പ്രസിദ്ധീകരിക്കാമോ? ഇങ്ങനെ നുണ അടിക്കുകയാണ്. ലവ് ജിഹാദ് എന്ന് പറഞ്ഞപ്പോൾ ക്രിസ്ത്യാനിയിൽപ്പെട്ട ചിലർക്കെല്ലാം ഇഷ്ടപ്പെട്ട്, മാത്രമല്ല BJPക്കാർക്കും ഇഷ്ടപ്പെട്ടു. BJP 44 എന്ത് കണക്ക്? അയാൾ കണക്ക് വിട്ടെ, ഇന്ന വീട്ടിലെ ഇന്നയാൾ മുസ്ലിങ്ങൾ ലവ് ജിഹാദിൽ കൊണ്ടുപോയി എന്ന് പറഞ്ഞ് പബ്ലിഷ് ചെയ്ത് ഈ പറയുന്നത് ശരിയാണെന്ന് പറയാം. അന്ന് അത് പറയുന്നതോടൊപ്പം ക്രിസ്ത്യാനികൾ ഇവിടെ ഹിന്ദുക്കളെ എന്തുമാത്രം മതം മാറ്റുന്നു. അതെന്താ പറയാത്തത്? ഈ ലവ് ജിഹാദ് ഒരാളെ കൊണ്ടുപോയ കാര്യമാണ്. ക്രിസ്ത്യാനി സമൂഹത്തിൽ എല്ലാ ക്രിസ്ത്യാനി വിഭാഗമെന്ന് ഞാൻ പറഞ്ഞില്ല, പ്രത്യേകം ബെന്തിക്കോസ് വിഭാഗം, അവർ ക്രിസ്ത്യാനികളെ തന്നെ അവരെടുക്കണം. മറ്റു വിഭാഗത്തിന് ഹിന്ദുക്കളെ വീടുകൾ കുടുംബസഹിതം 100 കണക്കിന് ആളുകളെ മതം മാറ്റുന്നുണ്ട്. അതെന്താ PC ജോർജ് പറയാത്തത്? അപ്പോൾ BJPയെ സൂചിപ്പിക്കാൻ. അപ്പോൾ അതുകൊണ്ട് ദേശീയ ചരിത്ര കൗൺസിലിൽ
70 പേരാ 30 പേരാ ചേർന്ന് ഒരാളായിട്ട് സീറ്റ് കിട്ടി. എന്തൊരു ഗതികേടാണ്. ഇനി മകനുണ്ട്, മകനും കിട്ടും. ഇവരെ കിട്ടിയതുകൊണ്ട് ഈ BJPക്ക് എന്താ പ്രയോജനം? ക്രിസ്ത്യാനികളെ കിട്ടാൻ ഇവരെ കാണേണ്ടവരെ കാണുകയും കൂട്ടേണ്ടവരെ കൂട്ടുകയും അല്ലാതെ ഇവരുടെയൊക്കെ പുറകെ നടന്നതുകൊണ്ട് ഒരു കാരണവശാലും ഒരു ക്രിസ്ത്യാനിയും BJP വരികയില്ല. BJPക്ക് അവരുടേതായ ക്രിസ്ത്യാനിക്ക് അവരുടേതായ ചില ആവശ്യങ്ങൾ കാണും. അത് കാണേണ്ടവരെ കാണണം. അത് PC ജോർജ് കൊണ്ടുവന്ന ഏതെങ്കിലും കൂടെ നിന്നാണ്. ഇപ്പം എത്ര പേരെ ആക്കി? MP ആക്കി, മന്ത്രിയാക്കി, PC തോമസിനാക്കി, വല്ലതും കിട്ടിയ കണ്ണന്താനാക്കി. എത്ര ക്രിസ്ത്യാനി വന്ന് ഇപ്പോൾ ഒരാളുണ്ട്, അത് ജോർജ് പാവമാണ്. ഈ പാവമായതുകൊണ്ട് പാവമായാണ്. ഈ ആരെ കിട്ടി? എങ്ങനെ മാറിയാലാവും ക്രിസ്ത്യാനികളെ കിട്ടുക BJPക്ക്? അതൊക്കെ കിട്ടണം കാണാൻ അവർക്കറിയാം. ഇവർ ഈ സെൻട്രലിരിക്കുന്ന ഈ BJP നേതാക്കന്മാർ ഉപദേശം കൊടുക്കുന്ന ആരും ഇവിടെ ഉണ്ട്. ആ ഉപദേശകരാണ് ആദ്യം മാറേണ്ടത്. അല്ലെങ്കിൽ തെറ്റായ ദിശയിലൂടെ നശിക്കുന്നത്. നിങ്ങളിന്ന് ആലോചിക്കണം, ഇത്രയും പേരെ ഇവിടെ ആക്കി, അതോടെ തന്നെ ഗവർണർമാരെ എത്രയാ ഇവിടെ ആക്കി? ഒരു പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവരൊക്കെ ആക്കിയ അവിടെ ക്രിസ്ത്യാനികളെ 3-4 പേര് മന്ത്രിയാക്കി. പരീക്ഷിച്ചിട്ട് ഒന്നും ഗുണം പിടിച്ചില്ല, വിട്ട്. ഇവിടെ ഗവർണർമാരെ ആക്കി, ആ പിന്നോക്കക്കാരെ ആക്കിയ. ഈ പിന്നോക്ക വിഭാഗക്കാർ ഇവിടെ കേരളത്തിൽ എന്ത് മാത്രമുണ്ട്? പിന്നോക്ക വിഭാഗക്കാരെ കൂടെ നിർത്തുവാൻ അവർക്ക് സാധിച്ചോ? ഇപ്പം തന്നെ BDJS 10 കൊല്ലമായി. അവർക്ക് എന്നാ കൊടുത്തു? PC ജോർജ് വെച്ചപ്പോൾ താരത്തെ വെച്ച് കൊണ്ടു നടക്കുകയാണ്. കണ്ടവനെ തെറിവറയിപ്പിക്കാൻ ഉപയോഗിക്കാൻ കൊണ്ടു നടക്കാന്നുള്ളതല്ലാതെ അത് പീസായ PC ജോർജാണ്. ഇവരെയൊക്കെ കൊണ്ട് ആ BJPയുടെ തന്നെ മുഖം വികൃതമാകുകയാണ്. അത് 30 ജില്ലാ അധ്യക്ഷന്മാരെ BJP 30 ജില്ലകളായാണല്ലോ രാഷ്ട്രീയ ജില്ലകളായി മാറ്റിയപ്പോൾ അതിൽ 4 ജില്ലാ അധ്യക്ഷന്മാർ ക്രിസ്ത്യാനികളാണ്. അതെ, അത് നല്ല തന്നെ. പക്ഷെ അത് കൊള്ളാവുന്നതും ജനങ്ങളെ സ്വാധീനിക്കാവുന്ന ആളുകളെ എടുക്കണ്ടേ? അവർ 34 പേരെടുത്തു എന്നുള്ളതുകൊണ്ട് കാര്യമായില്ല. ഇത് ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ അവരുടെ നേതൃത്വക്കാരാണ്, അവരുടെ മതമേലധ്യക്ഷന്മാരാണ്. ഈ ഹിന്ദുക്കളിലുള്ളതുപോലെ അല്ല. മുസ്ലിങ്ങളിലായാലും ക്രിസ്ത്യാനികളിലായാലും ഈ 2 സമുദായത്തിൽ നയിക്കുന്നത് അവരുടെ മതമേലധ്യക്ഷന്മാരും ആണ്. അവരുമായിട്ടുള്ള സമന്വയവും സമവാക്യങ്ങളും ഇല്ലാതെ PC ജോർജിനെ കൂട്ടുള്ള വേസ്റ്റുകളെ കൊണ്ട് നടന്നിട്ട് ചുമ്മാ വേസ്റ്റാകുന്നതല്ലാതെ ഒരു പ്രയോജനം ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ PC ജോർജ് വന്നു എന്നുള്ളതുകൊണ്ട് തന്നെ BJPയുടെ ഗ്രാഫ് 0.1% റിപ്പോർട്ടാണ് പോയത്. ഈ ഒപ്പം നിൽക്കുന്ന രാജീവ് ചന്ദ്രശേഖരൻ്റെ വെല്ലുവിളി എന്ന് പറഞ്ഞാൽ ശത്രുക്കൾ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് പുറത്തായിരിക്കുമോ അകത്തായിരിക്കുമോ? ശത്രുക്കൾ പുറത്തില്ല, അകത്താണ്. കാരണം ഈ സീറ്റ് മോഹിച്ച് ഒരുപാട് പേര് ഇതിനകത്തുണ്ട്. ശോഭാ സുരേന്ദ്രൻ, K സുരേന്ദ്രൻ, MT രമേശ്, ഇത്തരം ആളുകൾക്കാണോ ശരിക്കും ഒരു സ്വാഭാവികമായിട്ടൊരു നിരാശയില്ലേ? ശോഭാ സുരേന്ദ്രനോട് ചെന്നില്ലെന്നാണ് ഞാൻ കേട്ടത്. ബാക്കി എല്ലാവരും ചെന്നിരുന്നു. ശോഭാ സുരേന്ദ്രന് ഈ ചടങ്ങിലൊന്നും ചാർജ് എടുക്കുന്ന സമയത്ത് കണ്ടില്ല, ഫോട്ടോയിലൊന്നും കണ്ടില്ല. അപ്പോൾ വണ്ടി വരാമെന്ന് ആവശ്യമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആളെ കൊണ്ട് പറയിപ്പിക്കാൻ നോക്കേണ്ടത് പ്രത്യേകിച്ച് ശോഭ പ്രതീക്ഷിച്ച ഒരാളാണ്. പിന്നെ ഒരു കോൺട്രവേഴ്സി ഫിഗറാണ്. അപ്പോൾ ഇപ്പോഴെങ്ങനെ കോൺട്രവേഴ്സി ഇല്ലാതിരിക്കുന്നതിന് നേരത്തെ തന്നെ ശോഭ അവിടെ എത്തേണ്ടവരാണ്. ഇത് മറ്റുള്ള ആളുകളെല്ലാം വളരെ നേരത്തെ കൂട്ടി അവിടെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ആളെ കൊണ്ട് പറയിപ്പിക്കാതെ നോക്കണ്ടേ? 2026 BJP വലിയ കണക്കുകൂട്ടലൊക്കെയാണ്, നല്ല പ്രതീക്ഷയിലൊക്കെയാണ്. 2 അക്കമാണ് BJP ഉദ്ദേശിക്കുന്നത്. എല്ലാവരും 3 അക്കം പ്രതീക്ഷിച്ചോട്ടെ. ഈ അക്കങ്ങൾ പ്രതീക്ഷിക്കുന്നത് വല്ല നഷ്ടമുണ്ടാകും? ഒരു നഷ്ടമില്ല ആർക്കും. പക്ഷേ അടുത്ത തെരഞ്ഞെടുപ്പിൽ അക്കമൊന്നും ഞാൻ പറയുന്നില്ലെങ്കിലും പിണറായി തന്നെ മൂന്നാം ഊഴവും ഭരിക്കുമെന്നുള്ള നേരാണ്. BJPക്ക് ഇവിടെ തീരെ ഓട്ടം കിട്ടാത്തൊരു പ്രദേശമാണെന്ന് പറയാനൊക്കത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഹിന്ദു വിഭാഗങ്ങളിലൊരു വലിയ അസംതൃപ്തി ഇവിടെ ഉണ്ട്. ന്യൂനപക്ഷങ്ങളെ ഒരുപാട് ഇരുകൂട്ടരും കണ്ടമാനം പ്രീണിപ്പിക്കുകയും ഈ ഭൂരിപക്ഷങ്ങളെ തഴയുകയും ചെയ്യുന്നുള്ള ഒരു ചിന്ത ഉള്ളപ്പോൾ അവർക്ക് പിന്നെ ഓടിച്ചെല്ലാൻ വേറൊരു സ്ഥലമില്ല, BJPയിലാണ്. ആ BJPയിലേക്ക് ആൾ ഓടിക്കയറുകയാണ്. BJPയുടെ ഗുണം കൊണ്ടല്ല അവർക്ക് വോട്ട് കിട്ടുന്നത്. ഈ ഭരിക്കുന്നവർ ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു, ഈ രാജ്യത്തിൻ്റെ സമ്പത്ത് മുഴുവൻ ഇപ്പോൾ ആർക്കലാണ്? വ്യവസായം ആർക്കലാണ്? ഭരണം ആർക്കലാണ്?
സ്വത്തുക്കൾ ആർക്കലാണ്. ഇതെല്ലാം ഈ രാജ്യത്ത് അവർ ന്യൂനപക്ഷമല്ല, അവർ ഭൂരിപക്ഷമാണ് സാമ്പത്തികമായിട്ട് എല്ലാ മേഖലകളിലും. ന്യൂനപക്ഷം ഭൂരിപക്ഷം കണക്കാക്കേണ്ടത് ഇവിടെ പരിശോധിച്ച് നോക്കിയിട്ട് വേണം. ഇതൊന്നും നോക്കുന്നില്ല. ഇത് പണ്ടുണ്ടായിരുന്ന നിയമവും ചട്ടവും പറഞ്ഞുകൊണ്ട് ചില സമുദായങ്ങൾ ന്യൂനപക്ഷം എന്ന് പറഞ്ഞു സ്റ്റേറ്റ് വഴി നിങ്ങളെടുക്കുക. ആ ഒരു അസംതൃപ്തി ഇവിടെ നിൽപ്പുണ്ട്. ആ അസംതൃപ്തിയാണ് ബി ജെ പിയിലേക്ക് ആളോടിക്കൂടാൻ കാരണം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് BDGSലൂടെ ഇഴവ വോട്ടുകൾ വലിയ തോതിൽ ബി ജെ പിയിലേക്ക് വന്നു എന്നാണ്. ശരിയായിരിക്കും. പക്ഷെ അത് എന്നും പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പും അസംബ്ലി തിരഞ്ഞെടുപ്പും രണ്ടും രണ്ടാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ട ഒരു ഒഴുക്ക് ഉറപ്പായും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകില്ല. അത് നമുക്ക് അറിയാവുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം 19 സീറ്റ് LDF പിടിച്ചതാണ്, UDF പിടിച്ചതാണ്. ഇത്തവണ അവർ 19 പിടിച്ച്. അപ്പോഴും LDFന് ഒരു സീറ്റേ കിട്ടിയുള്ളൂ. അത് ഇത്തവണ അത് നിലനിർത്തി. പക്ഷേ നേരെ അസംബ്ലി വരുമ്പോൾ നേരെ മറിച്ചാണ്. 2026 അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഈഴ വോട്ടുകൾ എങ്ങോട്ടാകും പോകാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ സ്ഥാനാർത്ഥികളെ നിർത്തുന്നതനുസരിച്ചായിരിക്കും. അല്ല, അത് സ്ഥാനാർത്ഥികളുടെ നിർത്തുന്നതനുസരിച്ചാണ്. എങ്കിൽ പോലും സംസ്ഥാന ഭരണമാണ്, മറ്റേത് കേന്ദ്ര ഭരണമാണ്. സംസ്ഥാനത്ത് ഏത് നേതാവ് അല്ലെങ്കിൽ ഏത് മുന്നണി അധികാരത്തിൽ വരണം എന്നതിനെ ആശ്രയിക്കുമ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അധികാരം ഏത് കേന്ദ്രത്തിലേക്കാണ് നോക്കുമ്പോൾ ഈഴവർ നല്ലൊരു ശതമാനം ഇടതുപക്ഷ ചിന്താഗതിക്കാരാണ്. അതൊന്നും ഒളിച്ചു വെച്ചിട്ട് കാര്യമില്ല. അവർ പണ്ട് തൊട്ടേ അങ്ങനെയാണ്. അവർ ചിഹ്നം നോക്കി വോട്ട് ചെയ്യുന്നവരാണ്, മറ്റുള്ളവർ പേര് നോക്കി വോട്ട് ചെയ്യുന്നവരാണ്. ഇതാണ് തമ്മിൽ വ്യത്യാസം. മറ്റുള്ളവരെന്ന് പറയുമ്പോൾ LSS ആണോ? ബാക്കി എല്ലാവരും എടുത്തു. പേര് നോക്കി വോട്ട് ചെയ്യുന്നവരെല്ലാം മിടുക്കന്മാരും ചിഹ്നം നോക്കി വോട്ട് ചെയ്യുന്നത് ഞങ്ങൾക്കെല്ലാം ഇന്ന് സ്ഥിതി വളരെ മോശമാണ്. അപ്പോൾ ഇത്രയും കാലം ചിഹ്നം നോക്കി ഇടതുപക്ഷത്തിൽ ചായ്വ് കാട്ടിയതുകൊണ്ട് ഒരു ഗുണവും ഇല്ല എന്നാണ് പറയുന്നത്. ഗുണം ഇല്ലെന്നല്ല, വേണ്ടത്ര പരിഗണനയും പരിരക്ഷയും വേണ്ടത്ര കിട്ടുന്നില്ല. കാരണം ഇടതുപക്ഷം ഒരു പരിധിവരെ ന്യൂനപക്ഷങ്ങളുടെ പുറകെ ഓടി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കണ്ട് ഈ വെള്ളത്തോടെ ചേരുള്ളെന്ന് പിണറായിക്ക് മനസ്സിലായി. അവരെല്ലാം താലത്തെ വെച്ചുകൊണ്ട് നടന്നുകൊണ്ട് ഒരുപാട് സമ്മേളനങ്ങളും ഒക്കെ നടത്തിയില്ലേ, ഓരോ ജില്ലകളിലും നടത്തിയില്ലേ, എത്രയോ കാശ് മുടക്കി പാഴ്വേലയായിപ്പോയല്ലേ. അസംബ്ലി പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പോൾ അവരാരെങ്കിലും ഉണ്ടാവും കൂടെ വന്നത്. അതുകൊണ്ടാണല്ലോ അവരിപ്പോൾ തിരുത്തുന്നുണ്ടല്ലോ. ഈ ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിച്ചുകൊണ്ട് പോയതുകൊണ്ട് ഇടതുപക്ഷത്തിന് വലിയ പരാജയം പറ്റിയെന്നുള്ളത് കൊണ്ട് ന്യൂനപക്ഷ പ്രീണനം ഇപ്പോൾ അവർ മതിയാക്കി. അവരുടെ പ്രവർത്തനത്തിൽ ശൈലികളിൽ ഇപ്പോൾ പാവങ്ങളിലും എല്ലാം കുറേ മാറ്റം വന്നിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം, ഇടതുപക്ഷമാണെന്ന് ഏറ്റവും കൂടുതൽ ജില്ലാ സെക്രട്ടറിമാരെ നോക്കിയാൽ ഈഴവരെ കൊടുത്തിട്ടുള്ളത് ഇടതുപക്ഷമാണ്. ഇപ്പോൾ തന്നെ പാർട്ടിയുടെ ഇനിയും കൊടുക്കേണ്ടതുണ്ട്. കാരണം പാർട്ടിന് ഒരുപാട് തിരുത്തേണ്ടതുണ്ട്. ഈ ഞങ്ങളുടെ ഈഴവ സമുദായത്തിൻ്റെ വോട്ടും മറ്റുള്ളവരുടെ ഭരണമാണ് പലയിടത്തും നടക്കുന്നത്. അതില്ലാതെ ഉണ്ടാകും. ഇപ്പോൾ പാർട്ടി തലങ്ങളിൽ ഈഴവർക്ക് വേണ്ടത്ര പ്രാതിനിധ്യം ഇന്ന് പിണറായി ഗവൺമെൻറ് കൊടുക്കണമെങ്കിൽ ഭരണതലത്തിൽ കൂടെ കൊടുക്കണം. ഭരണതലത്തിൽ വേണ്ടത്ര ഇല്ല. അപ്പോൾ 2024 ആ വിയോജിപ്പ് ഇടതുപക്ഷത്തോട് കാട്ടുമോ? മുൻകൂട്ടി തന്നെ പറയും. മുൻകൂട്ടി തന്നെ പറയുമെന്ന് മാത്രമല്ല, അത് പ്രവർത്തിച്ചില്ല എങ്കിൽ അവർക്ക് അതിൻ്റേതായ ദോഷം വരും. അതൊരു തരം ഭീഷണിയുടെ സ്വരമാണ്. ഭീഷണിയുടെ സാമൂഹ്യ നീതിയുടെ ഭാഷയാണ്. എന്തായാലും ചായ്വ് ഇടതുപക്ഷത്തോട് തന്നെയായിരിക്കും, എൻ്റെ സംശയമൊന്നുമില്ല. നിയമസഭയിൽ ഇത്തവണ BJP ഒ രാജഗോപാലിന് ശേഷം ഒരു പ്രതിനിധി കേരള നിയമസഭയിൽ ഉണ്ടാകുമെന്ന് 2026 നമുക്ക് പ്രതീക്ഷിക്കാമോ? എനിക്കൊരു പ്രതീക്ഷയില്ല. ഇപ്പോഴത്തെ പരിസ്ഥിതിയിൽ ഉണ്ടാകുമെന്ന് ഉറപ്പിച്ച് പറയാൻ എനിക്ക് സാധിക്കില്ല. ഇപ്പോൾ BJPനെ സൂചിപ്പിക്കാൻ വേണ്ടി പറയുക 3 സീറ്റെങ്കിലും കിട്ടുമെന്ന് ഒരിക്കലും പറയാൻ സാധിക്കില്ല. കേരള പൊളിറ്റിക്സ് മാറി മറിഞ്ഞുകൊണ്ട് വരികയാണ്. അതുകൊണ്ട് BJP ഇപ്പോൾ തന്നെ കിട്ടുകയെന്ന് പറഞ്ഞാലൊക്കെ തൃശ്ശൂർ ഒരു സീറ്റ് മേടിച്ചില്ലേ, ആ തൃശ്ശൂർ വോട്ട് മേടിച്ചത് എങ്ങനെ എന്ന് ആലോചിച്ച് നോക്കും. അവിടെ പ്രത്യേകിച്ചും ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ വലിയൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ ജയിക്കുകയില്ല. നമ്മളുള്ളത് പറയണം. അപ്പോൾ അതുപോലുള്ള എല്ലാ സപ്പോർട്ടും എല്ലായിടത്തും എപ്പോഴാണ് കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കാൻ പാടില്ല. 3ാം തവണയും പിണറായി വിജയൻ്റെ അധികാര തുടർച്ച ഉണ്ടാകുമെന്ന് അങ്ങ് ഉറപ്പിച്ച് വിശ്വസിക്കുകയാണ്. അതല്ലാതെ ഇവിടെ ആൾട്ടർനേറ്റീവ് വരാനുള്ള എന്ത് സാധ്യത? പൊതുജനം അത്ര കഴുതയാണ്. കാരണം ഇവിടെ ഇവരുടെ പിണറായി ഗവൺമെൻറ്റിനുള്ള ഐശ്വര്യം എന്ന് പറയുന്നത് ഏതാണ്? NDA ആണ് LDFൻ്റെ ഐശ്വര്യം. കാരണം അവർ കൂടുതൽ സീറ്റ് പിടിക്കില്ലേ. ഇപ്പോൾ എത്ര സീറ്റ് ഞാൻ ചോദിക്കട്ടെ, ഈ വടക്ക് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഉണ്ടില്ല, ബിന്ദു,
അവർ ജയിച്ചത് എവിടുന്നാണ് ജയിച്ചത്? അവിടെ ബി ജെ പി കണ്ട പണ്ടുണ്ടായിരുന്ന 6,000 വോട്ടിൽ നിന്ന് 30,000 വോട്ടായപ്പോഴാണ് ബിന്ദു ജയിച്ചത്. പാർട്ടി വോട്ട് അതുപോലെ നിൽക്കുന്നു. UDFൻ്റെ വോട്ട് സ്പ്ലിറ്റായപ്പോൾ നേരെ കോൺഗ്രസ് കേരള കോൺഗ്രസ്സിൽ ആൾ തോറ്റ് തവിടുപൊടിയായി. അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജയിച്ചില്ലേ? സജി ചെറിയാൻ ജയിക്കുന്നത് എങ്ങനെയാണ്? അവിടെ ആരാ? കോൺഗ്രസ് സ്ഥിരം ജയിച്ചുകൊണ്ടിരുന്ന സീറ്റല്ലേ? അവിടെ BJP നല്ല ശതമാനം വോട്ട് പിടിച്ചില്ലേ? BDJS വഴി കിട്ടിയ വോട്ടെന്നാണോ? BDJS വഴി കിട്ടിയെന്നല്ല, BDJS ഉൾപ്പെട്ടതല്ലാണല്ലോ. ഇപ്പം തന്നെ BDJS എന്നല്ലേ വർക്കല കഹാറിൻ്റെ തോറ്റുപോയത്. ആ BDJSകാരൻ 12,000-20,000 വോട്ട് പിടിച്ചപ്പോഴത്തേക്ക് കഹാർ തവിടുപൊടിയായില്ലേ? അപ്പോൾ ത്രികോണ മത്സരം ശക്തമായിട്ട് വരുമ്പോൾ അതിൻ്റെ ഗുണം LDFനായിരിക്കും. അല്ല, അപ്പോൾ 2026 ശേഷം UDF ദുർബലപ്പെടും. ഭരണത്തിൽ വരാതെ ദുർബലപ്പെടുമല്ലോ സ്വാഭാവികമായിട്ടും. അങ്ങ് പറയുന്നത് പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ വീണ്ടും തുടർ ഭരണം, മൂന്നാമത് ഭരണ തുടർച്ച ഉണ്ടാകുമെന്ന് വരുന്നു. അത് പിണറായി വിജയൻ അല്ലാതെ വേറെ ആരെങ്കിലുമാണ് നേതൃത്വത്തിൽ വരുന്നുണ്ടല്ല. അവർക്ക് ഭരണം കിട്ടിയാൽ 24 മണിക്കൂറിനുള്ളിൽ തമ്മിലടിച്ചു. CPM-ൽ തന്നെ അസംതൃപ്തരായ പല നേതാക്കന്മാരെ അതിനകത്തുണ്ട് എന്നുള്ള നേരെ തന്നെയാണ്. ആരൊക്കെയാണ് അങ്ങയുടെ വിലയിരുത്തൽ? അതൊന്നും ആരൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞ ശരിയല്ല. അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും രണ്ടാം തലമുറ നേതാക്കന്മാരെയാണോ അങ്ങ് ഉദ്ദേശിക്കുന്നത്? ഞാൻ അങ്ങനെ ആരെ ഐഡൻറ്റിഫൈ ചെയ്യുന്നില്ല. എന്നാലും പിണറായിക്കുള്ളതുപോലെ ഒരു ആജ്ഞാശക്തിയും അതുപോലെ എല്ലാ വിഭാഗം ഗ്രൂപ്പുകളെ ഒന്നിപ്പിച്ചുകൊണ്ട് ഇത് ഭരിക്കാനുള്ള കഴിവ്, അതാണ് നേതൃഗുണമെന്ന് പറയും. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്തെല്ലാം പ്രശ്നമുണ്ട്, അച്യുതാനന്ദനുണ്ട്, എന്തെല്ലാം പ്രശ്നം ഉണ്ടായിരുന്നതിനെ എല്ലാം ഇല്ലാതാക്കി ആ പാർട്ടിയെ ഒരണികളാക്കി നിർത്തിക്കൊണ്ട് ഒരു മാലയിലെ മുത്തുമണികളിൽ കൊണ്ടുപോകാനുള്ള അതിഗംഭീരമായ നേതൃപാഠം കാണിച്ചത് പിണറായി മാത്രമാണ്. ആ പിണറായിക്ക് മാത്രമേ തുടർന്നും ഒരു മുഖ്യമന്ത്രിയായി ഭരിക്കാൻ സാധിക്കൂ. മറ്റു പാർട്ടി തീരുമാനിച്ച് വേറൊരാളെ കൊണ്ടുപോന്നാൽ ആ ഭരണം പരാജയമായിരിക്കുമെന്ന് മാത്രമല്ല, തമ്മിൽ കലഹവും ഉണ്ടാകും, ഉറപ്പാണ്. രണ്ടാം പിണറായി സർക്കാർ അധികാരം വെക്കുന്ന സമയത്ത് ഈ പഴയ മന്ത്രിമാരായിരുന്നവരെയൊക്കെ രണ്ടാം ടൈമിൽ മാറ്റി. എന്നാൽ ഇനി അടുത്ത് 2026 തിരഞ്ഞെടുപ്പിന് നേരിടുമ്പോൾ ആ ഒരു നിബന്ധന മാറ്റിയാലോ എന്ന് ചില ചർച്ചകളൊക്കെ നടന്നു. അതായത് തോമസ് ഐസക്ക് അതുപോലെ മുമ്പുണ്ടായിരുന്ന നേതാക്കന്മാർക്ക് വീണ്ടും പാർലമെൻ്ററി രംഗത്തൊരു അവസരം കൊടുക്കണമെന്നുള്ള ചർച്ചകളൊക്കെ വരുന്നുണ്ട്. പരിചയസമ്പന്നന്മാരും മിടുക്കുകളുമായിരുന്ന പല ആളുകളും കഴിഞ്ഞ ഇതിലുണ്ടായിരുന്നു. അവർ പിന്നെ ഒഴിവാക്കപ്പെട്ടു പോയിട്ടുണ്ട്. അവർ പലരെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ അത് ഭരണപരമായ നയത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണെങ്കിൽ അത് നല്ലത് തന്നെയാണ്. ആ ടീച്ചറിനെയൊക്കെ നല്ല ആളായിരുന്നു, അവരെയൊക്കെ ഒഴിവാക്കിയായിരുന്നു. അതുകൊണ്ട് എന്നും ജനിച്ചിട്ട് മരിക്കുന്നവരെ ആകണമെന്ന് പറഞ്ഞാൽ ശരിയല്ല. ആകാൻ ആഗ്രഹിക്കുന്ന പുറത്ത് കിടക്കുന്നവർക്ക് അവസരം കൊടുക്കണ്ടേ? അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്ത് വലിയ നല്ലൊരു കാര്യമാണ്. അവർ ഉയരണ്ടേ, വളരണ്ടേ. പക്ഷേ അതിൻ്റെ ആ പരീക്ഷണത്തിൽ ചിലതെല്ലാം പരാജയം, ചിലതെല്ലാം നല്ലതുമാണ്. അപ്പോൾ ചിലതെല്ലാം ഇപ്പോൾ വീണ ജോർജിനെ പറ്റി പറഞ്ഞു, അവരെ ഇങ്ങനെ വിമർശിക്കുന്ന കുറേ ആളുകളുണ്ട്. അവരുടെ നാട്ടിൽ തന്നെ ഉണ്ട്. 52 കൊല്ലം ഞാനിരുന്നു, പ്രവർത്തിച്ചു. 9 കൊല്ലം ഇരുന്നത്. ഈ 52 കൊല്ലം ഇരുന്നപ്പോൾ എന്താണ് അദ്ദേഹം ചെയ്തതെന്ന് അദ്ദേഹം ജനങ്ങൾക്കറിയാം. ഈ 52 കൊല്ലത്തിൽ 50 കൊല്ലം പുള്ളി ചെയ്തത് എന്താ? റിയൽ എസ്റ്റേറ്റ് പണിയും വണ്ടി കച്ചവടവും പിന്നെ മണ്ണ് കച്ചവടമാണ് ചെയ്തത്. പാർട്ടി പ്രവർത്തനം കുറവായിരുന്നു. എന്നിട്ട് പോലും പാർട്ടി 3 ടേം MLA ആക്കി നിർത്തില്ലേ? ഒരു പ്രാവശ്യം ജയിച്ചില്ലേ? ദേവസ്വം ബോർഡിൽ സകല അഴിമതി ചെയ്യുന്ന ആളുകൾ അക്ഷയം പറയാനൊരു അവസരം ഉണ്ടാക്കി കൊടുത്തില്ലേ? ഇപ്പോൾ 3ാം തവണയും തുടർഭരണം പ്രതീക്ഷിക്കുന്നു, ഒരു പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. അങ്ങനെ മുഖ്യമന്ത്രി സ്ഥാനത്തും ഒരു പുതിയൊരാൾ വരട്ടെ എന്ന് എന്തുകൊണ്ടാണ് ആഗ്രഹിക്കുന്നത്? KK ശൈലജയൊക്കെ മുഖ്യമന്ത്രിയാകണമെന്നൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ രീതിയിൽ പ്രചാരണവും ആവശ്യമൊക്കെ. സോഷ്യൽ മീഡിയ പറയുന്ന പോലെയല്ല, അതൊക്കെ നമുക്ക് നിഷ്പക്ഷമായിട്ട് ചിന്തിച്ചാൽ മതിയല്ല. പിണറായി വിജയനും ഷീല ടീച്ചറും തമ്മിൽ ഒരു കേരള മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് നയിക്കാൻ ആ പാവം ടീച്ചർ നല്ല ശുദ്ധയാണ്, നല്ല ഭരണം മുഖ്യമന്ത്രിയാകാൻ സാധിക്കില്ല. കാരണം ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കപ്പാസിറ്റി കൂടെ വേണ്ടേ? കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ തന്നെ പല ഗ്രൂപ്പുകളും പല അഭിപ്രായ വ്യത്യാസമുള്ളവരും പലരും അകത്ത് കിടപ്പുണ്ട്. ഈ തേളും തേരട്ടയും പഴതാരയും രാജവെമ്പാലയും ഒക്കെ ഇതിനകത്തുണ്ട്. ഇതിനെല്ലാം കൂട്ടി ഒരു ഒട്ടയിട്ടുണ്ട് കൊണ്ടുപോകാൻ, ഇങ്ങോട്ട് കൊത്താതെ തൻ്റെ അടുത്തോട് കൊണ്ടുപോകാൻ പിണറായിക്കല്ലാതെ വല്ലതും സാധിക്കുന്നുണ്ടോ? പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനെ കുറിച്ചുള്ള അഭിപ്രായം എന്താ? MV ഗോവിന്ദൻ വലിയ സാത്വികനാണ്, ഒരുപാട് കാര്യങ്ങൾ പറയും. അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് നല്ല അറിവുള്ളതുകൊണ്ടാണ്. പക്ഷേ ആ അറിവ് കേൾക്കുന്നവർക്ക് അത് മനസ്സിലാകുന്നുണ്ടോ ഇല്ലെന്ന് എനിക്കറിയാൻ പാടില്ല.
പ്രതിപക്ഷം ഇനിയും പ്രതിപക്ഷത്ത് തന്നെ അങ്ങ് ഇരിക്കും അല്ലേ? പ്രതിപക്ഷം ഇരിക്കാനുള്ള സാധ്യത അവർ തന്നെ ഉണ്ടാക്കുകയല്ലേ. ഇപ്പം തന്നെ മുഖ്യമന്ത്രിയാകാൻ എത്ര 5 പേരാണ്. ഈ തക്കം നോക്കി അഥവാ ഇവർ ആ തക്കം നോക്കി 5 പേരും കൂടെ നോക്കണം, ഞങ്ങൾ ഇരുന്ന് മരിച്ചോളാന്ന് പറഞ്ഞ് ആഗ്രഹിച്ച് നടക്കുന്ന കൗശലക്കാരനായ മുസ്ലിം ലീഗ് തുപ്പുണ്ട്. അവർ മിണ്ടുന്നില്ല, നമുക്ക് അവസരം പാത്ത് നിൽക്കുകയാണ്. ഇത്രയും നാളായിട്ട് ഞങ്ങൾക്ക് കേരളത്തിൽ മുഖ്യമന്ത്രിയാകാനൊത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ഈ അടുത്ത സീറ്റ് പങ്കിട്ട് വരുമ്പോൾ കോൺഗ്രസിനേക്കാളും ഒരുപക്ഷെ കൂടുതൽ സീറ്റ് മുസ്ലിം ലീഗിലൂടെ പാസ്സായെന്ന് വന്നേക്കാം. അവിടെ സീറ്റെല്ലാം റെഡിയല്ലേ, ഇവിടെ സീറ്റ് ഇവരെ ചോദിക്കുന്നതെല്ലാം കൊടുക്കുകയല്ലേ. ഇപ്പോൾ സീറ്റ് കൊടുത്ത് അവർക്ക് എത്ര സീറ്റായി. അപ്പോൾ അതുപോലെ അടുത്ത ഈ കലഹം ഒരുപക്ഷെ അവർക്ക് കൂടുതൽ UDF സീറ്റ് കിട്ടിയാൽ മുഖ്യമന്ത്രിയാകാൻ ഞങ്ങൾ അവകാശികളാണ്, ഞങ്ങൾ പിന്നെ ഉപമുഖ്യമന്ത്രി വരെ ആയിട്ടുള്ളതാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇനി തന്നേ പറ്റൂ എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് പറയുന്നതിന് മുമ്പ് എല്ലാം സംഭവിച്ചു കൊടുക്കില്ല. അതാണല്ലേ ഇപ്പോൾ നടക്കുന്നത്. കോൺഗ്രസിനകത്ത് ഒരാളെ ചേർക്കണമെങ്കിലും ലീഗിനോട് ചോദിച്ചിട്ടല്ലേ ചേർക്കുന്നത്. പ്രതിപക്ഷ നേതാവിൻ്റെ ഇഫ്താറിൽ അങ്ങേ കണ്ടില്ലല്ലോ. എന്നെ വിളിച്ചില്ല, പിണറായി വിളിച്ചു പോയി. എന്തുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവും അങ്ങേയും തമ്മിൽ ഏതെങ്കിലും രീതിയിലൊരു വൈഷമ്യമോ പിണക്കമോ ഉണ്ടോ? അല്ല, എനിക്ക് എന്നോട് പുള്ളിക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് എനിക്ക് തീരെ ഇഷ്ടമല്ല. ഈ പരസ്യമായി പല കാര്യങ്ങളൊക്കെ വിമർശിക്കുകയും ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നത് കൊണ്ടാണോ? അതെ, അവരിലൊക്കെ ധാരണ ഉണ്ട് ഞങ്ങളൊക്കെ വലിയ രാഷ്ട്രീയക്കാരാണ്, നാളെ ഞങ്ങൾ കേരളം അടിച്ചു ഭരിക്കാൻ പോണവരാണ്, അതുകൊണ്ട് അവരെല്ലാം യമാനന്മാരും നമ്മൾ അടിയാന്മാരുമാണെന്ന് ചിന്ത വേണമെന്നാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. അങ്ങനെ ഒരു അടിയാനായിട്ടിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങളൊക്കെ ഈ രാജ്യത്തിൻ്റെ ഉടമകളാണെന്നാണ് എൻ്റെ ആഗ്രഹം. ഈ ഉടമകളാണ് ഇവരുമ്പോൾ തിരഞ്ഞെടുക്കണം. അതുകൊണ്ട് അവരെല്ലാം ഈ രാഷ്ട്രീയക്കാരാണ് അടിമകൾ. ഇടയ്ക്ക് രമേശ് ചെന്നിത്തല ഫേസ് ആക്കി കൊണ്ടുവരാനുള്ളൊരു ശ്രമമൊക്കെ കോൺഗ്രസിനുള്ളിൽ ഉണ്ടായിരുന്നല്ലോ. അത് ഓരോരുത്തർ ഫേസ് വെച്ചൊന്ന് കാക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ NSSൻ്റെ ആസ്ഥാനത്ത് പോയി അവരെ തൃപ്തിപ്പെടുത്തി, SNDPക്കാരെ കണ്ട് SNDPക്കാരെ തൃപ്തിപ്പെടുത്തി. ഈ തൃപ്തി കൊണ്ടൊന്നും കേരള രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന് നയജാതിരിയുള്ള ആളുകളിൽ നല്ല പോളിഷിട്ട് പറഞ്ഞു പോകാൻ കഴിവുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ് രമേശ് ചെന്നിത്തല. നല്ല കൗശലക്കാരനായ ഒരു നേതാവാണ്. ആരോടും വണക്കം കാണിക്കാതെ എല്ലാവരുടെയും ഇണക്കം ഭാവിച്ച് സ്വന്തം അണികളെ ഉറപ്പിച്ച് മുമ്പോട്ട് പോകാനുള്ള വലിയൊരു ശ്രമം അദ്ദേഹം നടത്തുന്നുണ്ട്. അതിൽ വിജയിക്കുമോ തോക്കുമോ എന്ന് എനിക്കറിയില്ല. ഇപ്പറയാണെന്നുണ്ടെങ്കിൽ അതിന് പാര വെച്ചുകൊണ്ട് വേറെ ആളുകളും കോൺഗ്രസ്സുകാരുടെ ആളുകളും നടപ്പുണ്ട്. അങ്ങനെ ഒരു 4-5 പേര് ഇതിനു വേണ്ടി തന്നെ നടക്കുന്നുണ്ട് മുഖ്യമന്ത്രിയാകാൻ. പക്ഷേ ഈ മുഖ്യമന്ത്രിയാകണമെന്നുള്ള ഒരു ആഗ്രഹം പോവണിയോ ഇല്ലയോ എന്നുള്ളത് കാലം കഴിയുമ്പോൾ കണ്ടറിയാം. പടിയിറങ്ങുന്ന K. സുരേന്ദ്രനെ കുറിച്ച് അങ്ങ് എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അത് ഒരു മോശക്കാരനായ പ്രവർത്തകനാണെന്ന് പറയാനൊക്കത്തില്ല. പുള്ളിയിരിക്കുന്ന കാലഘട്ടത്തിലാണല്ലോ ഇത്രയൊക്കെ ഇൻക്രീസ് ഇവിടെ ഉണ്ടായല്ലോ, ഒരു MPനെങ്കിലും സൃഷ്ടിച്ചല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭരണകാലം തീരെ മോശമായിരുന്നു എന്ന് നമുക്ക് പറയാനൊക്കത്തില്ല. പക്ഷെ ആ ഭരണകാലത്തുള്ള ഏക ദോഷം എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് അദ്ദേഹത്തിന് പിൻബലം അത്ര പേര് കൊടുത്തു. എത്രയോ BJPയുടെ ഉന്നത നേതാക്കന്മാർ അദ്ദേഹത്തിന് പണിയെ കൊടുക്കാനല്ല നടന്നത്. ആ പണി കൊടുക്കാൻ നടന്ന സമയത്ത് പോലും അദ്ദേഹം ചെയ്യാനുള്ള ദൗത്യങ്ങൾ ചെയ്ത് കുറേയെല്ലാം BJP പ്രസിഡൻ്റ് കൂട്ടില്ലേ. അപ്പോൾ ചെറിയ ഒരു പരാജിതനായ പ്രസിഡൻ്റായിരുന്നു എന്ന് നമുക്കൊരിക്കലും പറയാൻ സാധിക്കില്ല. എന്തായാലും ഇത്രയും സമയം അമൃത വാർത്തകളുമായി സഹകരിച്ചതിന് നന്ദി സർ. താങ്ക് യു.